എന്തിനാണ് ഇത് പറയണേ ഞമ്മൊരു കാര്യം ചെയ്യും എന്നെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്ക് രണ്ടാമത് വന്ന് ക്യാമറ ഇട് എന്നിട്ട് നമുക്ക് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ കോമഡി അടിച്ച് ഇങ്ങോട്ട് പോരി അപ്പൊ ഞാൻ മക്കൾ ഇങ്ങനെ കഴിച്ചാ ഇല്ല ഇത് ചായ മാത്രമേ കുടിച്ചുള്ളൂ പെട്ടെന്നുള്ള പോലായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ നല്ലൊരു കട നോക്കി നിർത്ത് ചായ കുടിക്കാൻ ചേച്ചി വാങ്ങിച്ചു കൊടുത്താ എന്നിട്ട് കേക്ക് എന്നോട് പറഞ്ഞു നമുക്ക് പൗളി ചേച്ചിനെ എടുത്തിട്ട് കഴിക്കാൻ ചെയ്യുന്നു ശരി ഞാൻ ഞങ്ങൾ പൗളിനെടുത്തു ഞാൻ 10:30 റെഡി ആയി ഇങ്ങോട്ട് പോന്നേ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരിയാണ് ഈ രണ്ട് തെണ്ടികൾ കൊണ്ടല്ല അയ്യോ ആ കാര്യം മാത്രം മുണ്ടില്ല കയ്യിൽ നിന്ന് കാര്യം പോയല്ലേ ഭയങ്കരന്മാരെ ഇവിടുന്ന് ഇറങ്ങുമ്പോ പണി കൊടുക്കണ്ടേ കൊടുക്കണം കൊടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് അത് മതി ചേച്ചി ഇതുപോലെ തന്നെ ഈ ഡയലോഗ് തന്നെ പോലെ അടുത്ത ചേച്ചിയുടെ ഒരു ഹൈലൈറ്റ് ക്യാരക്ടർ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ചേച്ചിയുടെ കന്യാകമേനോൻ ഓ അത് ഞങ്ങൾ വെച്ചിട്ട് പോരിയായിരുന്നു ഞാനിപ്പോ ഇങ്ങോട്ട് ഞാനിപ്പോ അതേ ബോളിൽ കൂടി കളിച്ചിട്ട് പോരിയായിരുന്നു ആ ഫോട്ടോ അതിന്റെ അകത്ത് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനത് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞിട്ട് വരികയായിരുന്നു മറ്റേ പൃഥ്വിരാജായിട്ടുള്ള കഴിഞ്ഞ ദിവസം സിനിമ ഉണ്ടായിരുന്നു ഞാനപ്പോ ഇത് മാത്രം കാണാൻ വേണ്ടി അവരുടെ മൂളിയുടെ സീൻ കണ്ടിട്ട് മാറ്റാന്ന് നല്ല ഇഷ്ടമായിരിക്കും അത് സോഷ്യൽ മീഡിയയിൽ എല്ലാ ചാനലില് അത് തന്നെയായിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര എന്താണത് എല്ലാവരും വെക്കുമ്പോഴേക്കും ഇതാണെങ്കിൽ വിചാരിക്കട്ടെ ഓ സെയിം ടീം ബ്രോ ഞാനാണ് സെയിം ടീം ബ്രോ അടിച്ചത് ഇപ്പൊ വന്നിട്ടും പോയിട്ട് എല്ലാരും സെയിം ടീം ബ്രോ വാ നീയും ഫുൾ ടൈം പോണ്ടതിനല്ല നീ കനികാമേനെ സൗരം കൊടുക്കണ്ട ഇത് +2 അതെയാടാ നീ കണ്ടിട്ടുണ്ടോ കനികാമേനെ ഇല്ല അന്നാ കണ്ടില്ലേ കണ്ടോ വിചാരിച്ചു ഞാൻ തന്നെയാണ് ഞാനെപ്പോഴും എന്ത് പ്രസാദിക്കുന്നത് ഞാനെപ്പോഴും ചട്ടപ്പണി മേലെ അതെന്തോ ഒരു ട്രോളിൽ പോയി എന്നറിയോ ഇങ്ങനെ രണ്ടുപേരുടെ നമ്മളെ വാട്സപ്പിൽ രണ്ടുപേരും സ്റ്റിക്കർ ആയിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അയക്കം കിട്ടാറുണ്ട് ചേച്ചിയുടെ മറ്റേ ഡയലോഗ് ഏതാ അല്ലല്ല ക്ഷമ വേണം സമയം എടുക്കും അതുപോലെ ചേച്ചിയുടെ സെയിം ടു ബ്രോ അത് എത്ര ഷോട്ട് എടുത്ത് എത്ര ടേക്ക് എടുത്ത് ആ ഡയലോഗ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഒറ്റ ടേക്കിന്റെ ആളാണ് തോന്നുന്നല്ലേ എല്ലാം ഒറ്റ ടേക്ക് ഞാൻ അത്രേ ഉള്ളൂ കാരണം നമുക്ക് തരാനുള്ള എന്താന്ന് ചോദിച്ചാൽ ആദ്യമേ നമ്മൾ വായിച്ചൊന്ന് മനസ്സിലാക്കി എടുക്കും ഒന്ന് വായിച്ചാല് പോലെ എന്ന് പറയും കേട്ട് നമ്മൾ മനസ്സിൽ വെക്കും റിപ്പീറ്റ് ചെയ്തേക്കണം പെട്ടെന്ന് അവരവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വെച്ച് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കും ഒറ്റ ടേക്കാ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു അതായത് ചെറിയ പിള്ളേരെയൊക്കെ ചേച്ചി ഒക്കത്ത് നിൽക്കുന്ന പ്രായത്തിലെ നാടകത്തിലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം കൊച്ചിനെ കൊണ്ടുപോകേണ്ടി വന്നു എനിക്കൊരു ഗതികേട് കൊണ്ട് എന്ന് പറഞ്ഞാൽ നോക്കാനാളില്ല അമ്മയമ്മ കൊച്ചിനെ നോക്കാൻ സന്നദ്ധയായിരുന്നില്ല ഞാൻ ഈ കൊച്ചിനെയുമായിട്ട് ഒരു ദിവസം പോകേണ്ടി വന്നു നാടകം ഒന്ന് സ്റ്റേജ് റിഹേഴ്സലാണെങ്കിലും കൂടെ ഇത് നാടകം ഒന്ന് സ്റ്റേജിൽ കളിക്കണം കൊച്ചിനെ ആരുടെ അടുത്തും ആക്കാനില്ല കൊച്ചിനായിട്ട് പോയി ഇപ്പോൾ താഴെ സ്റ്റേജിൻ്റെ അടിയിൽ ഒരു തൊട്ടിൽ കെട്ടി അതിനകത്ത് കിടത്തി കൊണ്ട് ഞാൻ നാടകം കളിക്കണേ ഞാൻ അവിടെ ലവ്സ്യം കളിക്കുമ്പോൾ എൻ്റെ മോനോട് കിടന്ന് ഭയങ്കര കരച്ചിലാണ് കിടന്നത് അവനെന്തോ അന്നൊരു ചെറിയ എന്തോ അസുഖം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്കിത് കേട്ടിട്ട് ഞാൻ അഭിനയിക്കലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്തു പോകണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇറങ്ങി വന്ന് കൊച്ചിനെ എടുത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഇനി പോനാ അപ്പോൾ അന്ന് രാത്രി ഒരു വീട്ടിൽ കിടക്കാനായിട്ട് അവർ സൗകര്യം തന്നിട്ട് ആ വീട്ടിൽ അവർ കൊച്ചിനെ അവർ എൻ്റെ പ്രയാസം കണ്ടിട്ട് അവരും ഒരു തൊട്ടിലേലും ഉറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഒരു തൊട്ടിലൊക്കെ കെട്ടി തന്ന് ഒരു കണക്കിന് നേരം വിളിപ്പിച്ചു എന്തായാലും പിന്നെ എന്തോ അസുഖം ഉണ്ടായി അന്ന് ഭയങ്കര കരച്ചില്ല അങ്ങനെ കരയാറില്ലാത്തതാണ് അപ്പോൾ ഈ കൊച്ചിനുമായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലൊന്ന് നിൽക്കണുണ്ട് ബസ് കയറി പോരാനായിട്ട് അപ്പോൾ നാടകം കണ്ട ആളുകളൊക്കെ ഉണ്ട് നാടകത്തെല്ലാം സൂപ്പർ വേഷമാണ് ചെയ്തേക്കണം അപ്പോൾ കണ്ട ആളുകളൊക്കെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്താണ് ഞാനവിടെ നിൽക്കുന്നത് കൊച്ചിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ കൊച്ചു കരച്ചിൽ നിർത്തിയിട്ടില്ല എന്നിട്ടും കരച്ചിലോട് കരച്ചിൽ അത് ഞാൻ എന്നെ വഴി ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചാണ് മരുന്ന് മേടിച്ചത് അപ്പോൾ ഈ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരുന്ന് ഇരിപ്പുണ്ട് അവിടെ അവരിൽ ഒരാൾ പറഞ്ഞേ നാടകത്തിനടുത്ത് കിടന്ന് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കത് പ്രതികരിക്കാനൊന്നും ശക്തി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ കൊച്ചു കരയാണ് എൻ്റെ നല്ല സ്വഭാവമാണെങ്കിൽ ഞാനങ്ങനെ ഇതിനൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നീയല്ല ഇതിനൊരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട് പക്ഷെ എൻ്റെ അന്നത്തെ സിറ്റുവേഷനിലുണ്ടല്ലോ ഞാൻ കരഞ്ഞു പോയിട്ട് ഞാൻ കൊച്ചിനെയുമായിട്ട് ഇത് തോളത്തിട്ടിങ്ങനെ നടത്തി ഞാൻ വണ്ടി വന്നപ്പോൾ കയറിപ്പോന്നു അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനതൊക്കെ വെല്ലുവിളിച്ച് തന്നെ ജീവിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നാടകം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു ഇത് പവർ ചെയ്യാൻ എടുക്കുമെന്നുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നാടകം കൊണ്ട് തന്നെയാണ് ഞാൻ ശരിക്കും ജീവിച്ചത് എന്ന് പറഞ്ഞാൽ
പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാടകം എന്നെ രക്ഷിച്ചെന്നുള്ളതാണ്. എല്ലാം കൊണ്ടും എൻ്റെ അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിക്കാനും എൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാനും ഒക്കെ എനിക്ക് നാടകം തന്നെയാണ് ഉപകരിച്ചത്. സിനിമയിൽ വരുമെന്ന് പോലും നമ്മ ഓർത്തതല്ല. പിന്നെ എപ്പോഴോ എവിടെയോ ദൈവം നമുക്ക് കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെ നമ്മൾ നന്മ ചെയ്തേക്കണതിൻ്റെ ഇത് നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതാണ് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. എന്താണ് ഒരാൾ ഇവിടെ കഥ പറയുമ്പോ കോട്ട് വായി കിടന്നത്? ഉറക്കം വന്നിട്ട് എന്തൊരു കഷ്ടമാണ്. നല്ല നല്ല കഥകൾ കേൾക്കുമ്പോ ഭക്ഷണം വാങ്ങിച്ചിരാന്ന് ഞാൻ. ചേച്ചി ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ എന്തെങ്കിലും ചവിട്ട് നാടകത്തിന്റെ കരള ലയിപ്പിക്കുന്ന കഥ ഉണ്ടോ? എങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ചേച്ചി പറഞ്ഞില്ലേ ഇപ്പോ? അതേപോലെ അനുഭവങ്ങൾ നമ്മക്കൊണ്ട് ഞാനും മക്കളെ കൊണ്ടിട്ട് ചവിട്ടടത്ത് കൊണ്ട് താഴ്ത്തുകൊണ്ടേ കിടത്തി ചവിട്ടടം കളിച്ചിട്ട് ഞാനും പോന്നിട്ടുണ്ട്. അവളിക്കുള്ള അനുഭവം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇന്നൊക്കെ ബെല്ലടിച്ചിട്ട് അപ്പോഴും ഇപ്പോഴും ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ബെല്ലടിച്ചിട്ട് തന്നെ തോന്നിയേക്കണത്. നമ്മളൊരാളുടെ മുമ്പിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും വർത്താനം പറയാൻ നമ്മൾ നിൽക്കില്ല. ഇവിടെ നേർക്ക് നേരെ അത്രേ ഉള്ളൂ. ഞാൻ പോണത് ഞാൻ ചെല്ലുന്ന കല ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്നാണ്. ഞാൻ ആ കല കളിച്ച് അത് കഴിഞ്ഞ് കേട്ടണ്ട എൻ്റെ കുടുംബത്താട്ട്. പിന്നെ അവിടെ ഇവിടെ എന്റെ വർത്താനം പറയണില്ലേ. പറ്റാത്തണെങ്കിൽ നേരിട്ട് വെച്ചാൽ വിളിക്കും, ഞാൻ സ്വന്തമായിട്ട് വിളിക്കും. ഞാൻ വാവുന്നതിന്റെ പനെ നീയാണ് അവിടെ കാണിച്ചെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കും. ആ ഒരു ചങ്കുറപ്പ് ഇന്നും ഉള്ളതുകൊണ്ടാണ് മന ഇന്നും ഞാൻ ജീവിച്ചു പോകുന്നത്. നമ്മ ഒരുത്തന്റെ മുമ്പിലൊന്ന് കിഴിഞ്ഞു കൊടുത്തണ്ടേ, പിന്നെ അവൻ തലേക്കറിന്ന് ഊറും. നമ്മൾ ആ നേരത്തെ നമ്മൾ നേരിട്ട് അവിടെ സംസാരിച്ചണ്ടേ. അതെന്റെ അമ്മച്ചിയും പറയും പറഞ്ഞു, എന്റെ മാള് ഇവിടെ പോയിച്ചപ്പോ തിരിച്ച് വീട്ടിൽ വരുന്ന എനിക്കറിയാം. എന്റെ അമ്മ പറയും അവിടെ പോയിട്ടുണ്ട്, അവൾക്ക് വരാനറിയാന്ന് പറയും. പെങ്കൊച്ചല്ല, അവള് പെങ്കൊച്ച അവിടെ പോയിട്ടാണ് വരുന്നത്. നല്ല ഉറപ്പുണ്ടെന്ന് പറയും. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് എന്റെ മോനെ പ്രസവിച്ചിട്ടും മോനെ കണ്ടപ്പോഴാ. ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കുട്ടിനെ നമുക്ക് എന്താ പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളുടെയും നടുവിൽ നിന്നാണ് ആ കൊച്ചുണ്ടായത്. എനിക്ക് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ വെറുത്തിട്ട് ഒരു സന്ദർഭത്തിലാണ് ഞാനൊരു ആള് സഹായത്തിനില്ല, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വായിൽ ഒഴിച്ചു തരാനല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് എൻ്റെ കൊച്ചിനെ ഞാൻ പ്രസവിക്കണത്. പ്രസവിച്ചു കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ആ വീട്ടിൽ തന്നെ കിടന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണ്ടത്തെ ആൾക്കാർ പ്രസവിക്കണ പോലെ അവിടെ കിടന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരാളും അനുഭവിക്കാത്ത അത്രയും വേദന നിന്നാണ് ആ കൊച്ചിനെ ഞാനൊന്ന് പ്രസവിക്കണം. പ്രസവിച്ച് കഴിഞ്ഞ് എടുത്തപ്പോൾ കൊച്ചു മിണ്ടണില്ല. കൊച്ചു എൻ്റെ സമയം കഴിഞ്ഞിട്ട് കൊച്ചിനെ അനക്കില്ല. പിന്നെ ആ പ്രസവം എടുത്ത ആ തള്ള ഇങ്ങനെയൊക്കെ അടിച്ച് ഒന്ന് കരഞ്ഞ് ആ സമയത്ത്. അപ്പം ഞാനിങ്ങനെ തലപൊക്കി കിടക്കണമെങ്കിലും തലപൊക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ, ഈ കൈക്ക് കുത്തിയിട്ട് തലപൊക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. എൻ്റെ കൈ ഇവിടം വരെയും ഈ നിലത്ത് കൊണ്ടിട്ട് ഉരഞ്ഞിട്ട് പൊട്ടിയൊക്കെ നിന്നത് ഇവിടം വരെ അറിയണില്ല ഞാനത്. ചോര ഒഴുകണാണ് ഇവിടെ കൈ ഇങ്ങനെ. നമുക്ക് ഇതിനൊക്കെ ഒരു മാതാപിതാക്കന്മാർ അടുത്തില്ലെങ്കിലുള്ള അവസ്ഥയാണ് അന്നത്തെ. ശരിക്കും എൻ്റെ അമ്മ അല്ലെങ്കിൽ ഉണ്ടാവേണ്ടല്ലേ അതൊക്കെ. ഒരു അമ്മേനെ അപ്പനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ ഒരു ദുഃഖമാണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പൊ ആ ദുഃഖത്തിൽ നിന്ന് ഈ ഒരു കൊച്ചി ഉണ്ടായപ്പോ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഈ പ്രണയവിവാഹം ആയതുകൊണ്ടാണ് അച്ഛനും അമ്മയും രണ്ട് മതമാണ്, പിന്നെ അത് തൊട്ടടുത്താണ്. അപ്പൊ തന്നെ എന്നോട് പറഞ്ഞാണ്, നിനക്ക് ഒരു 10 അടി അകലെ എന്ന് മാറിയിട്ട് ഏതവന്റെ കൂടെ പോയാലും എനിക്ക് കല്യാണം കഴിച്ച പ്രശ്നം എന്താ? അത് അങ്ങനെയാണ് അന്ന് ചിന്തിക്കണതേ, അന്ന് അങ്ങനെ ചിന്തിക്കണത്. പക്ഷെ നമുക്ക് ഞാൻ പറയാം, പ്രേമിച്ചാളെ കെട്ടിയില്ലെങ്കിൽ പാവം എന്ന് പറയാൻ ഞാൻ നിർണ്ണയിച്ച. ഇന്നാണെങ്കിൽ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാലും വേറെ കല്യാണം കഴിച്ചു ആരെങ്കിലും അറിയണ്ട. അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടെന്ന്. അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാല്യകാല സുഹൃത്താണ്. അത് അന്ന് തുടങ്ങി ഇങ്ങനെ മനസ്സിൽ വന്ന് എപ്പോഴോ ഒരു പ്രണയമായതാണ്. അപ്പൊ അതിൽ നിന്ന് വിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ എന്നെ കല്യാണക്കാര്യം വന്ന ആളുകളോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ പ്രേമിക്കണ അയാളെ ഇനി വേറൊരാളെ ഇങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ നേരിട്ട് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. അതെ. അപ്പൊ പിന്നെ നമ്മള് അതിൽ തന്നെ വിട്ടപ്പോ അപ്പൊ അതിൻ്റെതായ ഒരു മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപാടുണ്ടായി. അത് അപ്പച്ചനെ അവരുടെ സ്ഥാനത്ത് നോക്കുമ്പോ അത് ഓക്കെ ശരിയാണില്ല. അപ്പനെ നമുക്കൊക്കെ എന്നെ പറ്റി ഭയങ്കര കണക്കൂട്ടലുകളായിരുന്നു. ഏറ്റവും മൂത്ത മോളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് വിട്ട് ഒരു കൈപ്പണി പോലും അറിയാൻ പാടില്ലാത്ത ഒരാളുടെ കൂടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ 18 വയസ്സിൽ അതൊക്കെ തീരാത്ത ദുഃഖങ്ങളല്ലേ അവരുടെ ഉള്ളിലാ. പിന്നെ അതൊക്കെ ഞാൻ മാറ്റി. എൻ്റെ ഈ കലാരംഗം കൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ എല്ലാവരെയും മാറ്റിമറിച്ച് ഞാനത് നേടിയെടുത്ത്. രണ്ടാമത് അപ്പച്ചനെ അമ്മച്ചിനെയൊക്കെ മരണം വരെ നോക്കാനും അന്വേഷിക്കാനും അവർക്ക് ചെയ്യേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാനും അവരുടെ താഴെയുള്ള മക്കൾക്ക് എൻ്റെ അനിയത്തിനെയൊക്കെ കെട്ടിക്കാനായിട്ടൊക്കെ അപ്പച്ചൻ പറഞ്ഞ് ഇവരുടെ ഭാവി പോയല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞാണ്. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റിമറിച്ചു. ഇംഗ്ലീഷിൽ സൂപ്പറാ. ദിസ് ടയർ ഷുഡ് റിട്ടയർ ട്ടാ.
This one also. ഇനി നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷിപ്പിച്ച ദിവസം ഏതായിരുന്നു നമ്മളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ? എനിക്ക് സന്തോഷം അറിയില്ല. അങ്ങനെ പറയില്ലേ ചേച്ചി?